കഴിഞ്ഞൊരു 3-4 ദിവസത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ അല്പം വെളിച്ചം വീണിരിക്കുന്നു എന്ന് പറയാം. ഇന്ന് രാവിലെ മുതൽ സാമാന്യം നല്ല തെളിവുണ്ട്. ജില്ലയിൽ ഒരിടത്തും തന്നെ കിഴക്കൻ മേഖലകളിൽ ഉൾപ്പെടെ ഒരിടത്തും തന്നെ മഴയില്ല. അതേസമയം നഗരമേഖലയിൽ നേരിയ ചാറ്റൽ മഴ ഇടയ്ക്കിടെ പെയ്യുന്നുണ്ട്, നേരിയ ചാറ്റൽ മഴ മാത്രം. അതേസമയം മുൻപ് പറഞ്ഞതുപോലെ ഈ കാലാവസ്ഥയുടെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരത്തായിരിക്കും കാലാവസ്ഥ മാറുന്നത്. ഇത്രയും നേരം ഇവിടെ നല്ല വെയിലായിരുന്നു, പക്ഷേ പെട്ടെന്ന് ഒരു മൂടലിലേക്ക് വന്നിരിക്കുന്നു. എന്തായിരുന്നാലും കടലാക്രമണം ഏറ്റവും കൂടുതൽ രൂക്ഷമായുള്ളത് ചെല്ലാനം ഒപ്പം തന്നെ എടവനക്കാട് മേഖലകളിലാണ്. അതിൽ എടവനക്കാട് മേഖലയിലാണ് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ ഹർത്താൽ തുടങ്ങി. എടവനക്കാട് അണിയൽ ബസാറിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണാം, നിരത്ത് വിജനമാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിരവധി വീടുകളാണ് ഇവിടെ വെള്ളം കയറിയത്. പല ആളുകളും ബന്ധുവീടുകളിലേക്കും മറ്റും മാറിയിരിക്കുന്നു. മാത്രമല്ല എല്ലാ വർഷവും മഴക്കാലത്തെ ഒരു സാഹചര്യം ഇതാണ്. അതായത് ബന്ധുവീടുകളിലേക്കോ അതല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ മാറുക എന്നുള്ളതാണ് ഈ എടവനക്കാട് മേഖലയിലുള്ള ആളുകളൊരു വിധി എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനടുത്തുള്ള 2 പഞ്ചായത്തുകളിൽ പുലിമുട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിൽ കടലാക്രമണമില്ല. പക്ഷേ പുലിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഈ എടവനക്കാട് മേഖലയിലാണ് ഉള്ളത്. ഇന്ന് ഏതായാലും 12 മണിയോടുകൂടി ജില്ലാ കളക്ടർ ചർച്ചയ്ക്ക് ഇവിടുത്തെ ജനകീയ സമരസമിതി ആളുകളെ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഫോർട്ട് കൊച്ചി RDO മറ്റും എത്തിയിരുന്നു. നടപടികൾ സ്വീകരിക്കാമെന്നുള്ള ഒരു ഉറപ്പ് നൽകി അവർ പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. ഇന്നത്തെ ചർച്ചയിൽ തീരുമാനമുണ്ടാകുന്നില്ല എങ്കിൽ കൂടുതൽ തുടർ സമരപരിപാടികളിലേക്ക് പോകാനാണ് ജനകീയ സംരക്ഷണ സമിതിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ആളുകൾ കൂടി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ എത്രമാത്രം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്? വെള്ളം ഒരു 170 വീടോളം ഇതായിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ വർഷത്തെ അവസ്ഥ ഇത് തന്നെ അല്ലേ? എല്ലാ വർഷത്തിലും കൂടുതലായിട്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തുകൊണ്ടാണ്? ഇപ്പം ഒട്ടും ഇതിനൊക്കെ ഒരു തടസ്സമില്ലാതെ കടലിങ്ങാട് പോകുന്നതാണ് വന്നത്. അത്രയും സാധ്യതകളായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതുവരെയും ചെയ്തിട്ടില്ല. ഇപ്പം കൂടുതലും ഇത് ഇങ്ങനെ ഇല്ലാതെ പോണേണ്. അപ്പം ഇപ്പം സാധാരണ എല്ലാ കടലുകളും കടൽ കൂടുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നോണ്ടിരിക്കുന്നതാണ്. ഈ സമരം തുടരാൻ തന്നെയാണോ തീരുമാനം? സമരം ശക്തമായിട്ട് തന്നെ തുടരും. ഇതിൻ്റെ ഈ തുടർ സമരം സമരസമിതിയുമായിട്ട് ആലോചിച്ച് വേണ്ടത് തീരുമാനിക്കും. എല്ലാ ജനവിഭാഗങ്ങളും നമുക്ക് പിന്തുണയുണ്ട്. ഇതിപ്പോൾ കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഇന്ന് 12 മണിക്ക് കളക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ചർച്ച എത്ര കണ്ട് ആകും എന്നുള്ള പ്രതീക്ഷയില്ല. എന്ന് വെച്ചാൽ കാലാകാലങ്ങളായിട്ട് MLA ആയാലും MP ആയാലും കളക്ടർ ആയാലും വന്ന് വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് പോയല്ലാണ്ട് ഇതിനൊരു ശാശ്വതമായ പരിഹാരം നടപടി ഉണ്ടായിട്ടില്ല. ഇത് ഏത് നിയമസഭാ നിയോജക മണ്ഡലം? വൈപ്പിൻ നിയോജക മണ്ഡലമാണ്. ഇവിടെ എറണാകുളം ജില്ലയിൽ എടവനക്കാട് സുനാമി വന്നപ്പോൾ 5 പേര് മരിച്ചൊരു പ്രദേശമാണ്. അതിൻ്റെ ഒരു പരിഗണന പോലും നമുക്ക് പ്രദേശത്തിന് കിട്ടുന്നില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന പോലെ അല്ല, ആദിവാസി ഊരുകളിൽ പണ്ട് സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഉണ്ടായിരുന്ന സഞ്ചാര സ്വാതന്ത്ര്യം കൊട്ടിയടക്കപ്പെട്ട ഒരു പ്രദേശമാണിത്. ഒരു രോഗിനെ കൊണ്ടുപോകണമെങ്കിൽ എത്ര കാലമായി നിങ്ങൾ ഇത് അനുഭവിക്കുന്നത്? 2004 മുതൽ. 2004 മുതൽ ഒരു നടപടി സുനാമി ഉണ്ടായിരുന്നു, എല്ലാവരും വന്നിട്ട്. പക്ഷേ അതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടായ വഴി പോയി മണ്ണ് കയറിയിട്ടും മൊത്തം പോയി കിടക്കണം. എങ്ങനെ ഒരാൾ മരിച്ചു പോയാലും കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ കിടക്കുകയാണ്. ചുമന്ന ആൾ ആശുപത്രി കൊണ്ടുപോകണം. ഇത് ഭയങ്കര ദയനീയമായ കാഴ്ചയാണ്. ബഹുമാനപ്പെട്ട ആളുകൾ നിന്ന് കാണണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. പുലിമുട്ടില്ലാത്തതാണോ പോയി കിടക്കുകയാണ്? പുലിമുട്ടില്ല, ഒരെണ്ണമുള്ളത് പോയി കിടക്കണം. ഒരു പുലിമുട്ട് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടും? ഇല്ലല്ലോ. തന്നെ വന്നാലേ ഈ സ്ഥലം രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു വിധത്തിലും രക്ഷപ്പെടില്ല. നിങ്ങളുടെ അടുത്തുള്ള 2 പഞ്ചായത്തുകൾ ഉണ്ടെന്ന് തോന്നുന്നു. എടവനക്കാടും പിന്നെ എടവനക്കാട് 9-ാം വാർഡും ഏറ്റവും കൂടുതൽ രൂക്ഷമായിട്ട് കിടക്കണം. 170ഓളം വീടുകൾ പോയ ഒരു സ്ഥിതിയിലോട്ട് കിടക്കുന്നത്. ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാമോ? ഇതുവരെ ഏതെങ്കിലും അധികൃതർ അവിടെ ആ സ്ഥലം, ഈ ദുരിതം ഒന്ന് വന്ന് കണ്ടാൽ നന്നായിരുന്നു എന്ന് ആ പ്രദേശവാസികൾ പറയുന്നുണ്ടല്ലോ. അപ്പൊ ആരെങ്കിലും ഇതുവരെ ഒന്ന് ചെല്ലുകയോ കാണുകയോ ചെയ്തിരുന്നോ? ഇന്നലെ RDO എത്തിയിരുന്നു. ചേട്ടാ, ഇന്നലെ RDO വന്നിരുന്നല്ലോ. അവർ നൽകിയൊരു ഉറപ്പ് വന്നിരുന്നു. ഇന്നലെ വന്നിരുന്നു. അദ്ദേഹം നൽകിയ ഉറപ്പെന്താണ്? ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ആൾക്കാരെ കണ്ട് അങ്ങോട്ട് പോകാൻ മാത്രമുണ്ടായിട്ടില്ല, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സബ് കളക്ടർ വന്നിരുന്നല്ലോ. അവർ വന്ന് കണ്ടിട്ട് പിന്നെ വന്ന് അങ്ങനെ പോയി കളഞ്ഞവര്. അവർ പിന്നെ അതിന് സമാനം പറയാൻ നിന്നില്ല. പുലിമുട്ടെന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സ്ഥാപിക്കാനാവില്ല എന്നാണ്. അത് വേണ്ട, പെട്ടെന്ന് വേണ്ട. ഇവിടെ മറ്റുള്ള ചെല്ലാനത്തൊക്കെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. ചെല്ലാനം മോഡൽ തന്നെ ഇവിടെ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ ആൾക്കാർ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാതെ ഒരു വിധത്തിലും ഇവിടെ ഇനിയൊരു വെള്ളക്കയറ്റം വന്നാൽ ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. താൽക്കാലികമായിട്ടുള്ള വാടകയാണ് ഇപ്പൊ കിട്ടിക്കണത്. താൽക്കാലിക വാട, മണൽ വാട. അപ്പൊ ഈ വാടമ്മ ഈ വെള്ളം അങ്ങനെ കുത്തണത് വാടമ്മയാണ്. ഈ വാടമ്മേന്ന് ഈ മണ്ണ് ഒലിച്ച് പോകുമ്പോൾ ആ വാട തകർന്നു പോകും. പിന്നെ നേരെ വെള്ളം കയറുന്നത് വീടുകളിലേക്കാണ്.
ഇതിപ്പോൾ 2004 സുനാമിക്ക് ശേഷം തകർന്ന ഈ തീരദേശ റോഡും അതേപോലെ ഈ കടൽ ഭിത്തിയും ഇത്രയും വർഷങ്ങളായിട്ടും ഈ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് പുനർനിർണ്ണയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇവിടെ ബന്ധുവീടുകളിലൊക്കെയാണ് ആളുകൾ. ഞങ്ങൾ 25 ഡെഡ് ബോഡി ഇവിടുന്ന് ചുമന്നുകൊണ്ടുപോയി ഞങ്ങൾ വീടുകളിൽ ഏത് സമയത്ത്? റോഡില്ലാത്തതുകൊണ്ട് ഈ കാലയളവ് റോഡില്ലാത്തത്. അതുകൊണ്ട് അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവണവരെ ഞങ്ങൾ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മുടെ ബന്ധുവീടുകളിലൊക്കെയാണ് ഈ കടൽ കയറിയ വീടുകളിൽ ആളുകൾ കഴിയുന്നത്. ഇല്ല, വീടുകളിലൊക്കെ ഉണ്ട്. വീടുകളിൽ ഞങ്ങൾ എവിടെ പോകാനായിട്ട്? വീടുകളിൽ നിന്ന് അങ്ങനെ ഇപ്പോൾ പോകാൻ പറ്റില്ല നമുക്ക്. ഏതാ പറഞ്ഞ ചേട്ടൻ എന്നാ പറഞ്ഞേ? ആ വെള്ളമൊക്കെ കോരി കളഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ആൾക്കാർ കിടക്കണേണ്, അല്ലാതെ എങ്ങും പോകണമൊന്നുമില്ല. അതാണ് സ്ഥിതി. എല്ലാ വർഷവും ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണല്ലോ ഇവിടെ. എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ ഇത്തവണ എല്ലാത്തിലും കൂടുതലായിട്ട് കാണുന്നു. എന്തുകൊണ്ടാ? അതുകൊണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് താന്ന് പടിഞ്ഞാറ് വശം കംപ്ലീറ്റ് മണ്ണിനോട് ശരി, പ്രദീപ് ജോസഫ്, വളരെ ദുരിതത്തിലാണ് ആ പ്രദേശവാസികൾ എന്ന് തന്നെയാണ് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാവുന്നത്. മറ്റെങ്ങും പോകാനൊരു ഇടമില്ല എന്ന് പറയുന്നിടത്താണ് ഏറ്റവും വലിയ ഗതികേട്. ആ വെള്ളമൊക്കെ നീക്കം ചെയ്ത് അവിടെ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും തുടരുന്നത്. മൃതദേഹങ്ങൾ പോലും അവിടെ നിന്ന് നീക്കം ചെയ്യാൻ സംവിധാനങ്ങളില്ല. തലയിൽ ചുമന്നാണ് മൃതദേഹങ്ങളും അസുഖമുള്ള മനുഷ്യരെയും ഒക്കെ അവിടെ നിന്ന് മാറ്റുന്നത് എന്ന് പറയുമ്പോൾ എന്തുമാത്രം ദുരിതമാണ് അവർ അനുഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും.